Hello guys, welcome to my YouTube channel. So this video is SSLC morning study vlog ആണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു പോസിറ്റീവ് വൈബിനും പിന്നെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിക്കൂടെ ഞാൻ ടു ഡു ലിസ്റ്റ് സ്റ്റാർട്ട് ആകാൻ ഇന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാൻ ഒന്ന് ടു ഡു ലിസ്റ്റ് പോലെ ഒന്ന് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറിലോ ബുക്കിലോ എന്തെങ്കിലും റഫിലൊക്കെ എഴുതി വെക്കാവുന്നതാണ്. ഇന്ന് എൻ്റെ ടൈം ടേബിളിൽ എന്ത് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ മാത്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്സ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. എൻ്റെ ട്യൂഷനിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ ക്ലിയർ ചെയ്ത് നോട്ട്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ട് നോക്കിയിട്ട് ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ മാത്സ് സാധാരണ 2 സെക്ഷൻസ് ആക്കിയിട്ട് പഠിക്കാറ്. ഫസ്റ്റ് സെക്ഷൻസിൽ കുറച്ച് പ്രോബ്ലംസ്, ഒരു സെക്കൻഡ് സെക്ഷൻസിൽ കുറച്ച് പ്രോബ്ലംസ് അങ്ങനെയൊക്കെയാണ് പഠിക്കാറ്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് സെക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് സെക്ഷൻസിലെ ലാസ്റ്റത്തെ പ്രോബ്ലം ക്ലിയർ ചെയ്യുന്നത്. അതും കൂടെ ക്ലിയർ ചെയ്താൽ ഫസ്റ്റ് സെക്ഷൻ ഏകദേശം കഴിയും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ഫുഡ് ടെക്നീഷ്യൻ ആവശ്യമൊന്ന് ബ്രേക്ക് എടുക്കാമെന്ന്. ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സെക്ഷൻ സ്റ്റാർട്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ബ്രേക്ക് എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഡ്രിങ്ക് ആയിട്ട് എന്തെങ്കിലും കുടിക്കാൻ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ജീരക ചായ ഉണ്ടാക്കിയാലൊന്ന്. ജീരക ചായ ഉണ്ടാകുന്ന എനിക്ക് അറിയത്തില്ല, ബട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതായതുകൊണ്ട് ജീരക ചായ. അപ്പോൾ എനിക്ക് സക്സസ്ഫുള്ളായി തോന്നി. ഈ ജീരക ചായ കുടിച്ചാൽ നമുക്ക്, ഞാൻ 4 മണിക്ക് എണീച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉറക്കിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എഫക്റ്റിനെ നമ്മൾ രക്ഷപ്പെടുത്താൻ ഈ ഒരു ചായ ഹെൽപ്ഫുള്ളാണെന്നൊക്കെ പറഞ്ഞെടുക്കുക. എനിക്കറിയത്തൊന്നുമില്ല. ഞാൻ ഒരിട്ട് കുടിച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട്, ബട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞേക്കാം കേട്ടോ, ഉറക്കം ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം, എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാൻ ഭയങ്കര ഒരു സിമ്പിൾ ആണ്. സാധാ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഷുഗർ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മളെന്ത് ചെയ്യുക, വലിയ ജീരകം ആഡ് ചെയ്യുക. ഷുഗർ ഒരിക്കലും ആഡ് ചെയ്യരുത് കേട്ടോ. ഷുഗർ ആഡ് ചെയ്താൽ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പോകും കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു തിളക്കുന്ന ടൈമിൽ തന്നെ ആ ഒരു വലിയ ജീരകം ഇടുക. പിന്നെ തിളക്കുന്ന ടൈമിൽ തന്നെ നമ്മളെന്ത് ചെയ്യുക, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചേരം മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഗ്ലാസ്സിൽ വെച്ച് ആ സ്ട്രോങ് തന്നെ കുടിക്കണം കേട്ടോ. അപ്പോൾ ആ സ്ട്രോങ്ങിൽ ആ ചൂടോടുക്ക് കുടിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഫീലും നല്ലൊരു എന്താ പറയുക, ഒരു ഫ്രഷ് ഫീൽ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുടിച്ചുകൊണ്ട് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് രണ്ടാമത്തെ സെക്ഷൻസിലേക്ക് കിടക്കാം. നമ്മൾ രണ്ടാമത്തെ സെക്ഷൻസിലെ ലാസ്റ്റ് പ്രോബ്ലം ആയിട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് പ്രോബ്ലം കൂടെ ക്ലിയർ ചെയ്താൽ നമ്മുടെ മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ ക്ലിയർ ആവും. അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫുൾ പ്രോബ്ലംസ് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റിൽ എല്ലാം ടിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ടു ഡു ലിസ്റ്റിൽ എഴുതിയ കാര്യങ്ങൾ എന്ത് ചെയ്തു, അത് പഠിച്ച് കഴിഞ്ഞാൽ ടിക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ടിക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസൊക്കെ ഇങ്ങനെ പോകുന്നു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.